ഇന്നത്തെ നമ്മുടെ പരിപാടി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കലാട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെമ്മീനൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ അരമണിക്കൂർ കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഉള്ളി സവാളയൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന്. അങ്ങനെ കണ്ണടച്ച് വെച്ചുകൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ കുറച്ച് അരിഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ ഫ്രൈ ചെയ്യാനുള്ള സമയമായി. അങ്ങനെ ഞാൻ ഒരു പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ അതൊരു റബ്ബർ പോലെ ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതെല്ലാം അരിഞ്ഞും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേറൊരു പാൻ എടുക്കുക, അതിനകത്തോട്ട് നമ്മൾ ചെമ്മീൻ വറുത്ത എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, പേസ്റ്റെല്ലാം ചതച്ചാണ് കേട്ടോ. പിന്നെ കുറച്ച് നാളികേരം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികളായ മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഇത് മൂന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് അവസാനം കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അവസാനം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അവസാനം ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത ചെമ്മീൻ കുട്ടന്മാരെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇടാം.